അന്റെ സൈഡ് ഞാൻ തന്നെ ലോക്കാക്കി കൊന്ന. ഹലോ, അങ്ങനെ നമ്മൾ വീണ്ടും ഓർഡറൊക്കെ തീർത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. എനിക്ക് ഈ പറയുന്ന 18 ഓർഡർ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഇന്ന് എനിക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു 10 ഓർഡറിൽ നിർത്തേണ്ടി വരും. അതായത് ടോട്ടൽ ട്വിസ്റ്റ് ആയിരുന്നു. ട്വിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒരു 750 രൂപ പേയ്മെൻ്റ് ആയി. 10 ഓർഡറൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് ഓർഡർ ഇല്ലായിരുന്നു. വന്ന ഓർഡർ എല്ലാം ലോങ്. വൈകുന്നേരം മുതൽ ലോങ് എന്ന് പറയുമ്പോൾ ഫുള്ള് ലോങ്ങാണ്. അതായത് ഇവർ അടിച്ചു തരണമെന്ന് വെച്ചാൽ 7 മണിക്ക് ഒരു ലോങ് അടിച്ചിരുന്നു, തിരിച്ചു വരുമ്പോൾ 8 മണിയാവും. 8 മണിക്ക് ഒരു ലോങ് അടിച്ചിരുന്നു, തിരിച്ചു വരുമ്പോൾ 9 മണിയാവും. 9 മണിക്ക് ഒരു ലോങ് അടിച്ചിരുന്നു, തിരിച്ചു വരുമ്പോൾ 10 മണി. ഇത് ഈ അടിച്ച് വിടുന്നതെന്നൊക്കെ പറഞ്ഞത് ഒന്നേ നെയ്യാറ്റിൻകര ഭാഗം, അല്ലെങ്കിൽ ഈ പറയുന്ന മലൈക്കീഴ്, അല്ലെങ്കിൽ കഴക്കൂട്ടം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ്. ഇതൊക്കെ തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം എവിടെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കിടക്കണത്. അപ്പോൾ തിരുവനന്തപുരം മൊത്തം കവർ ചെയ്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അറൗണ്ട് 12 മണിക്കാണ് ഇറങ്ങിയത്. സോ രാവിലെ ഓർഡറൊന്നും അടിക്കാത്തതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ 2000 രൂപ അടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയിട്ട് ഇന്ന് ഇറങ്ങി തന്നെ 12 മണിയാണ്. 12 മണി തൊട്ട് ഒരു 3 മണി വരെ അറൗണ്ട് 5 ഓർഡർ മാത്രമേ ഞാൻ ഏൺ ചെയ്തുള്ളൂ. അതായത് 5 ഓർഡർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 300 രൂപ പേയ്മെൻറ്റ്, അതിനപ്പുറം ഒന്നും വന്നിട്ടില്ല. ഒരു 300-320 രൂപ പേയ്മെൻറ്റ് അത്രയും വെച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ കുടുംബകോവിലിൽ പോയി. ഞാൻ വെള്ളി ചൊവ്വ കുടുംബകോവിലിൽ പോകാറുണ്ട്. സോ നിങ്ങൾ എത്ര പേര് കുടുംബകോവിലിൽ പോകാറുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കുടുംബകോവിൽ എവിടെയാണെന്ന് അറിയുന്ന എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ 26-27 വയസ്സിലാണ് എനിക്കൊരു കുടുംബകോവിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അത്രയും നാളും എനിക്ക് അങ്ങനൊരു കുടുംബകോവിൽ എന്ന് പറയുന്നൊരു സംഭവം പോലും അറിയത്തില്ലായിരുന്നു. സോ അറ്റ് എ ടൈം അറിഞ്ഞു. പിന്നെ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. കാരണം നമ്മുടെ കുടുംബമാണത്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട്. കാരണം നമ്മൾ ഒരുപാട് അമ്പലങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ കുടുംബകോവിൽ നമുക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വേണം പോകാനായിട്ട്. സോ അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയി. അതിനുശേഷം 7 മണിക്ക് ലോഗിൻ ചെയ്തു. 7 മണിക്ക് കയറിയ പിന്നെ ഫുള്ള് ലോങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 12 മണി വരെ മതി, നമുക്കിന്ന് ടാർഗറ്റൊന്നും അടിക്കാൻ പറ്റില്ല. 18 ഓർഡർ ഉണ്ട് ഫുൾ അടിക്കാനായിട്ട്. ഒടുക്ക ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. എനിക്ക് 8 മണി തൊട്ട് നല്ല വിശപ്പ് തുടങ്ങി. സോ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഏതെങ്കിലും ഒരു തട്ടുകട നിർത്തണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവർ അടിച്ചു വിടുന്ന മൊത്തം ലോങ്. ഈ ലോങ് പോയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സൊമാറ്റോയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോങ് പോകുന്നു, ഒരു ലോങ് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരൊരു എന്ന് വെച്ചാൽ നമ്മളെ തിരിച്ച് ആ ഓർഡർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും 2 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ഓർഡർ ഉണ്ടെന്ന്. അത് സത്യമാണ്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും മെനങ്ങാന്നും ഇന്നും എല്ലാം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാരണ്ടീഡ് ഓർഡർ നമുക്ക് വേണ്ടി അവിടെ പിടിച്ച് വെച്ചേക്കാണ്. നമ്മൾ കുറച്ചൊന്ന് വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. സോ അങ്ങനെ എനിക്ക് ഗ്യാരണ്ടീഡ് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ സിറ്റിക്കകത്ത് വരണതിനിടയ്ക്ക് വീണ്ടും ലോങ് അടിച്ച് തിരിച്ച് വിടും. അങ്ങനെ ഒരു 100, 120 രൂപ, 130 രൂപ ഒക്കെ അടിച്ച് വിടുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു ചേച്ചിയാണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ലൊക്കേഷൻ മാറ്റി വെച്ചു. അതായത് പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റ് വരെ ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരി വച്ചതെന്ന് പറയുന്നത് ചെമ്പഴന്നിയാണ്. പുള്ളിയുടെ വീടെന്ന് പറയുന്നത് വെസ്റ്റ് ഫോർട്ടാണ്. ഈ ഹോട്ടലെന്ന് പറയുന്നത് ഈസ്റ്റ് ഫോർട്ടാണ്. അതായത് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി വച്ചത് ചെമ്പഴന്നി. അത് ഏകദേശം ഒരു 15-18 കിലോമീറ്റർ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഓർഡറാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര തീർന്നു, ഇത്രയും വലിയ ഓർഡറും കൂടെ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഞാൻ കിളിയാവും. ഒന്നാമത് എൻ്റെ വണ്ടിയുടെ CNG മൊത്തം തീർന്നു. കുറച്ച് CNG മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ മറക്കുന്നു എൻ്റെ വണ്ടിയിൽ പെട്രോളുള്ള കാര്യം. സോ പെട്രോളിൻ്റെ കാര്യം മിക്കപ്പോഴും ഞാൻ മറന്നു. ഞാൻ എന്താ വിചാരിക്കുന്നത്, എൻ്റെ വണ്ടി CNG മാത്രമേ ഉള്ളൂ. ഒടുക്കമാണ് ആലോചിക്കുന്നത്. നമുക്കൊരു മാസ് BGM ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ പെട്രോളുണ്ട്. ഒടുക്കം പെട്രോൾ ആണാക്കിയിട്ട് ഓടും. പെട്രോൾ 2 ലിറ്ററേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്കത് മതി. അത്യാവശ്യം പെട്രോൾ പമ്പ് അറിയാമല്ലോ, ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട്. 24 hours പെട്രോൾ പമ്പ്. ഇപ്പോൾ ഓരോ 10 കിലോമീറ്റർ ഇടവിട്ട് ഒരെണ്ണമെങ്കിലും വരുമ്പോൾ കാണും. സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പെട്രോൾ ഓടാറില്ല, അത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ചെമ്പഴന്നി വരെ പോകാമെന്ന് വെച്ചു. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് വച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കുറേ ഓർഡർ ഇങ്ങനെ കൊടുത്ത് ഒടുക്ക തിരുവല്ലത്ത് ചെന്ന് ഒളിച്ചിരുന്ന് ഫ്രൈഡ് റൈസ് എടുത്ത് പകുതിയെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കുറച്ച് കഴിച്ചു വന്നപ്പോഴത്തേക്ക് അടുത്തടിക്കുന്ന ഓർഡർ. അതാണ് ഞാൻ ഈ പറഞ്ഞ ചെമ്പഴന്നി. ഒടുക്കം ഓർഡർ പിക്കപ്പ് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ലൊക്കേഷൻ മാറിപ്പോയതാണ്. സോ എനിക്ക് ഇവിടെ കൊണ്ട് തന്നാൽ മതി. അങ്ങനെ പിന്നെ ആ ഒരു ലൊക്കേഷനിൽ കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ചെമ്പഴന്നി വരെ പോകേണ്ട പൈസ കിട്ടി. അതിന് സൊമാറ്റോ റിക്കവർ ചെയ്തെടുക്കുമോ അതോ ആ ചേച്ചി ഓൾറെഡി അങ്ങനെ കൊടുത്തത് കൊണ്ടാണോ, ഐ ഡോണ്ട് നോ. പിന്നെ വേറൊരു ലാർജ് ഓർഡർ കിട്ടി. ലാർജ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ 20 ഇടിയപ്പം, 20 കോയിൻ പൊറോട്ട എന്നൊക്കെ ഓർഡർ ചെയ്തതാണ്. അപ്പം സൊമാറ്റോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് ബൾക്ക് ഓർഡറിൻ്റെ പൈസ മേടിക്കും. എന്നിട്ട് 2 റൈഡേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് തരും. എനിക്കൊരു 30 രൂപ, ആ പുള്ളിക്കൊരു 30 രൂപ. അങ്ങനെ ഇങ്ങനെ തന്നിട്ട്
നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ ലൊക്കേഷനിൽ വരുന്നു, ആ പുള്ളിക്ക് അത് കൊടുക്കുന്നു, പോകുന്നു. അതിനുശേഷം ഞാൻ രാത്രി കുറച്ച് നിന്ന് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓർഡർ അടിച്ചു. ലാസ്റ്റ് ഓർഡർ ഏകദേശം 1 മണിക്ക് മുമ്പുള്ള ഓർഡർ. പക്ഷേ ഒരു ഏരിയയിൽ ഫുള്ള് പട്ടി ശല്യം എന്നൊക്കെ പറയുമ്പോൾ അന്യായ പട്ടിയായിപ്പോയി. സോ പട്ടിയുടെ ഇടയിൽ നിന്ന് കടി കൊള്ളാതെ രക്ഷപ്പെട്ടത് ആര് ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരുപാട് പട്ടികൾ ഓട്ടിക്കാൻ വന്നു. ഞാൻ ചെന്ന് കയറി വീട്ടിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരുപാട് പട്ടി വരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇങ്ങനെ ആ വഴി വന്നപ്പോൾ ഒരുപാട് പട്ടി ഓടിയതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ആ ചേച്ചി വലിയൊരു ഒലക്ക എടുത്തോണ്ട് വരുന്നു, നമുക്ക് അടിക്കാമെന്ന്. ഞാൻ പിന്നെ പറഞ്ഞു ചേച്ചി വേണ്ട, കാരണം ഇനി ആ പട്ടി ആ ചേച്ചി വല്ലതും കടിക്കണമെങ്കില്ല, ഞാൻ ബൈക്കും കൊണ്ട് പോവുകയും ചെയ്യും, ഇവരാണെങ്കിൽ ആ ഒലക്കയും കൊണ്ട് വന്നിട്ട് പട്ടി അടിക്കാൻ പറ്റാതെ കടിക്കുകയാണെങ്കിൽ എന്തിനാണ് ഒരു പാവം രാത്രി ഒരു പടിക്ക് പട്ടിയടി കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വണ്ടി എടുത്തോട്ട് ഉയ്യോ നേരെ പറന്ന് ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിനകത്തൊക്കെ പോയി ഒളിച്ചു വന്നിട്ടൊക്കെയാണ് പിന്നെയൊക്കെയാണ് വന്നത്. അതോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി രാത്രി 12 മണി തൊട്ട് 2 മണി വരെയുള്ള ഓർഡറൊന്നും ഞാൻ എടുക്കുന്നില്ല, ആ സമയത്തൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ മെയിൻ റോഡല്ല ഉൾ റോഡിലേക്ക് അടിച്ചു വിടും. സൊമാറ്റോ എന്നൊക്കെ പറയുന്ന രാത്രി ലോങ് ഓർഡർ അടിച്ചു വിടൽ അവന്മാർക്ക് ശീലമുണ്ട്. ലോങ് എന്നൊക്കെ പറയുമ്പോൾ ഈ വട്ടിയൂർക്കാവ് ഭാഗത്ത് ഫുള്ള് പട്ടിയാണ്. അവിടുത്തെ നഗരസഭ, സത്യം പറഞ്ഞാൽ ഈ നഗരസഭയും പഞ്ചായത്ത് കോർപ്പറേഷൻ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി ഫുള്ള് പട്ടി തന്നെ. സത്യം പറഞ്ഞാൽ ഇതിനെ തല്ലിക്കൊല്ലാനും പറ്റത്തില്ല, എറിഞ്ഞിടാനും പറ്റത്തില്ല. വല്ല പട്ടി എറിയണമെന്ന് വല്ല CCTVയിൽ വല്ലതും വന്നാൽ നാളെ എൻ്റെ ഫ്ലെക്സ് ആയിരിക്കും ഇവിടെ മൊത്തം വരാൻ പോകുന്നത്, ഞാൻ മറ്റേ പട്ടിയെ ദ്രോഹിച്ചത്. ഈ പട്ടി നമ്മളെ കടിക്കുന്നതും ബൈക്കിൽ നിന്ന് തള്ളിയിടുന്നതും ഇതൊന്നും ആർക്കും കുറ്റമില്ല. സത്യം പറഞ്ഞാൽ ഈ പട്ടിയെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ഈ പട്ടിയെ കൊണ്ടുവിടണം. ഇങ്ങനെ അല്ലെങ്കിൽ അവർ പോകുമ്പോൾ ഈ പട്ടിയൊക്കെ ഇങ്ങനെ പോകണം, എന്നാലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലാതെ പിന്നെ എന്തോ പറയാം, രാത്രി ഈ പുല്ല് പട്ടിയൊക്കെ വരവെന്ന് അത് 1, 2, 5, 6 പട്ടി 2 സൈഡിൽ നിന്നൊക്കെയാണ് ഓടി വരുന്നത്. എത്ര തവണ എന്നറിയാം. അതോടെ ഞാൻ പഠിച്ചു, കാരണം വെറുതെ പട്ടി അടി കൊണ്ട് എൻ്റെ ജീവിതം ഇനി ഞാൻ കളയുന്നില്ല. സോ നമുക്ക് നാളെ മുതൽ രാവിലെ ഇറങ്ങി കോൺസെൻട്രേറ്റ് ചെയ്യാം. രാവിലെ ഒരു 9-10 ഓർഡർ രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, പിന്നെ സെറ്റാണ്. ബാക്കി നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചാൽ മതി, നമുക്ക് അപ്പോൾ തന്നെ ഏകദേശം ഒരു ഇൻകം കിട്ടും. CNG ബൈക്ക് ആയതുകൊണ്ട് ഒരു 100 രൂപ പോയിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് കൈ കിട്ടും. സോ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തള്ളു നിർത്താം, ബ്രേക്ക് ഡൗണിലേക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ബ്രേക്ക് ഡൗണിലോട്ട് പോകുമ്പോൾ നമ്മൾ ടോട്ടൽ 1493 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. വീക്കിലി 6440 രൂപ. ഏകദേശം 4 ദിവസം ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് 6500 രൂപ ഏൺ ചെയ്തത്. 6500 എന്ന് തന്നെ വയ്ക്കാം, കാരണം ടിപ്പ് ഇതിൽ ആഡായിട്ടില്ല. 150 രൂപ ടിപ്പ് അടുപ്പിച്ച് വരും, പിന്നെ കൈ തന്ന ടിപ്പും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് 6500 റൗണ്ട് ചെയ്ത് വയ്ക്കാം. സോ 4 ദിവസം ഇറങ്ങി 6500, അതിൽ 3 ദിവസം നമ്മൾ 1500 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഈ 61 ഇവിടെ വരേണ്ടതാണ്, രാത്രി 12 മണി കഴിഞ്ഞുകൊണ്ടാണ് അപ്പുറത്ത് വന്നത്. സോ നമ്മളങ്ങനെ അടിപൊളിയായിട്ട് പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,959 രൂപ പേയ്മെൻറ്റ്, അതായത് 14,000 രൂപ പേയ്മെൻറ്റ് അടിച്ചിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് നമ്മൾ 14,000 രൂപ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, 2 ദിവസം ലീവ് എടുത്തിട്ട്. സോ നല്ലൊരു ലെവലിലേക്കാണ് നമ്മുടെ ഈ ഒരു ഏണിങ്സ് പോകുന്നത്. സോ അപ്പോൾ നമ്മുടെ ട്രിപ്പല്ല ഇപ്പോൾ 0 ആയിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസമായി. ഞാനിപ്പോൾ 1-2 മണിക്ക് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്, കാരണം പിറ്റേ ദിവസമായി വീട്ടിൽ വന്നപ്പോൾ തന്നെ താമസിച്ചു. അപ്പോൾ ട്രിപ്സിലോട്ട് നമുക്ക് പോകാം. ട്രിപ്സിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 14 ഓക്കെ കൺഫേം. സോ 14 നമ്മൾ ട്രിപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ 12 മണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം 2:30 ആയപ്പോൾ തന്നെ തീർന്നു. പിന്നെ വൈകുന്നേരം നമുക്ക് കിട്ടിയതെല്ലാം ലോങ് ആണ്. 118, 68, 126, പിന്നെ 55, 186, 78. അതിൽ 20 കിട്ടിയതൊക്കെ ഇടയ്ക്ക് മാത്രമാണ്. ഈ ലോങ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ലോങ്ങാണ്. ഈ ഒരു 2 ഓർഡർ കിട്ടിയില്ലായിരുന്നെങ്കിൽ, അതായത് ഈ ഒരു ഇസ്താൻബുളിൽ 2 ഓർഡർ വെള്ളായണിയിൽ നിന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെച്ച് സ്റ്റോപ്പ് ചെയ്തേനെ. കാരണം അത്രയ്ക്ക് ലോങ് ആയിരുന്നു എനിക്ക് വൈകുന്നേരം തൊട്ട് കിട്ടി തുടങ്ങിയത്. ഫുള്ള് 20 രൂപ ഓർഡറൊക്കെ വളരെ കുറവ് തന്നെയാണ്, ബാക്കി വന്നത് മൊത്തം ലോങ് ആണ്. പക്ഷേ എന്നാലും നമുക്ക് പേയ്മെൻറ്റ് കയറി തന്നു സൊമാറ്റോ. എനിവേ താങ്ക്സ്. കാരണം നമ്മൾ ഈ ഫുൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പേയ്മെൻറ്റാണ് ഒരു 1500, 1600 എന്നുള്ളത്. അത് അവർ ഏകദേശം 18 ഓർഡർ തന്നെ കിട്ടി. ഇനി ശനിയാഴ്ചത്തെ ഓഫർ എന്ന് പറയുന്നത് 17 അടിച്ചാൽ 250, 21 അടിച്ചാൽ 350 നമുക്ക് നോക്കാം. എന്തായാലും ശനിയാഴ്ച നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. എന്തായാലും 9 മണിക്ക് ഇറങ്ങണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ തന്നെ സമയം 2:30-3 നോക്കട്ടെ. നോക്കി രാവിലെ എണീക്കുമെങ്കിൽ ഞാൻ 9 മണിക്ക് തന്നെ ഇറങ്ങും, ഇല്ലാതുണ്ടെങ്കിൽ 10-11 മണിയെങ്കിലും ആവും. സോ എനിവേ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.